115 സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന വിഗ്രഹങ്ങൾ കൈവേല കൊണ്ടുണ്ടാക്കിയ മറ്റുള്ളതിൻ്റെയൊക്കെ അപര്യാപ്തത, അതിൻ്റെതായ കഴിവില്ലായ്മയെ വെളിപ്പെടുത്തുകയും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണ് പ്രൈസ് ദി ലോർഡ്. അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. സ്തോത്രം. കാരണം മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത, മറ്റൊന്നിനോടും തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു അത്യുന്നതനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. മറ്റുള്ളതൊന്നും ആ ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരക്ഷരം പോലും പറയത്തക്കവണ്ണം യോഗ്യതയുള്ളവരല്ല. ഇനി മറ്റൊന്ന് പറയട്ടെ, ഈ കൈവേല കൊണ്ടുണ്ടാക്കുന്നതായ ഓരോന്നും അത് ഉണ്ടാക്കുന്നവനേക്കാൾ താഴെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഉണ്ടാക്കിയതിനെ ആരാധിക്കുന്നതിനേക്കാൾ അതിനെ ഉണ്ടാക്കിയവനെ ആരാധിക്കുന്നതാണ് കുറച്ചുകൂടെ. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെങ്ങനെ വേണമെന്ന് ഡിസൈൻ ചെയ്ത ഒരാളുണ്ടല്ലോ, അയാളല്ലേ കുറച്ചുകൂടെ മിടുക്കൻ. എത്ര പേർക്ക് മനസ്സിലായെന്നുണ്ട്? ഹല്ലേലൂയ. അതിനെന്ത് കളർ വേണം, അതിനെന്ത് ഉയരം വേണം, അതിനെങ്ങനെ ഇരിക്കണം, തല ചരിഞ്ഞിരിക്കണമോ, നാക്ക് തള്ളി വെച്ചിരിക്കണമോ, എന്ത് രൂപം വേണമെന്നൊക്കെ അകത്ത ഡിസൈൻ ഉണ്ടാക്കിയവൻ ഈ ഉണ്ടാക്കിയതിനേക്കാൾ മെച്ചമാണ്. ഇതിനെ ഉണ്ടാക്കാനും അതിനെ ഒരിടത്ത് കൊണ്ട് വയ്ക്കാനും ഒക്കെയുള്ള ആരോഗ്യം അവനുണ്ടായല്ലോ. അങ്ങനെ ഈ ഉണ്ടാക്കിയ നമ്മെയും ഈ കാണുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ പോലെ മഹത്വത്തിന് യോഗ്യനായി മറ്റാരുമില്ല എന്നുള്ള വെളിപ്പാട് അകത്ത് കിട്ടിയ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വെളിപ്പാട് അകത്ത് കിട്ടിയത് കൊണ്ടാണ് മറ്റൊന്നിനും മഹത്വം കൊടുക്കാതെ, മറ്റൊന്നിനും നമ്മൾ അതിൻ്റെതായ വില കൊടുക്കാതെ സൃഷ്ടിച്ച ദൈവത്തെ പിന്തുടരുവാന്, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുവാന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം നൽകിയ ആ മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ജീവനുള്ള ദൈവം, സൃഷ്ടിച്ച കർത്താവ്, ശരിക്കും മഹത്വത്തിന് യോഗ്യനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനും പിന്തുടരാനും നമുക്കറിവ് കിട്ടി. ആ അറിവിനനുസരിച്ച് നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചു. അവണ്ണം വേണം നമ്മൾ ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യാൻ. കാരണം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. മഹത്വം ദൈവത്തിന് മാത്രമാണ്. അത് വിഗ്രഹങ്ങൾക്കോ മനുഷ്യനോ ഈ ലോകത്തിലുള്ളതിനോ മറ്റൊന്നിനും ദൈവത്തിന് അർഹമായ മഹത്വത്തിൽ കൈകടത്താനുള്ള യാതൊരു അവകാശവുമില്ല. സ്തോത്രം. അത് തന്നെയാണ് ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ദൈവമാണ് ഇതിൻ്റെ എല്ലാം കാരണഭൂതൻ. ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അതിൻ്റെ അടുത്ത ഭാഗത്തത് പറയുന്നുണ്ട്, അങ്ങയുടെ ദയയും വിശ്വസ്തതയും നിമിത്തം. ദൈവം ദയ കാണിക്കാതിരുന്നെങ്കിൽ, ദൈവത്തിന് നമ്മോട് കരുണ തോന്നാതിരുന്നെങ്കിൽ നമ്മളെന്നേ മൗനവാസം ചെയ്യുമായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. മൗനവാസം ഒരു തെറ്റായ ഒരു കാര്യമൊന്നുമല്ല. മരണം എപ്പോഴും എല്ലാവർക്കും അത് ബാധകമായ ഒന്നാണ്. ജനിച്ചാൽ മരണം നിയമിക്കപ്പെട്ട ഒന്നാണ്. എന്നാൽ ദൈവമുള്ളവനായി മരിക്കുക എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. ദൈവത്തെ അറിഞ്ഞ് മരിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ജയമാണ്. അപ്പോൾ സൃഷ്ടിച്ച ദൈവത്തിന് ആ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ. ഇനി 2 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു.
ഇതൊരു വലിയ, ഈ ലോകത്തിൻ്റെ ദൈവവും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസമാണ്. നമ്മുടെ ചുറ്റിലും കാണുന്ന വിഗ്രഹങ്ങൾ, നമ്മുടെ ചുറ്റിലും കാണുന്ന ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നതൊക്കെ നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി അവിടെ സ്ഥാപിച്ചതാണ്. ഒന്നുകൂടെ പറയുന്നു, എനിക്കിഷ്ടമുള്ളത് സാധിപ്പിച്ചു തരാനായി ഞാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ആരോഗ്യം വേണോ, സമ്പത്ത് വേണോ, ഞാൻ പറയും, അവരെന്ത് ചെയ്യും എന്നാണ് വയ്പ്. എൻ്റെ ദൈവത്തെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെയും അകത്തൊരു ചിന്ത, ഞാനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, നമുക്കതിന് അനുകൂലപ്പെട്ട കുറെ വാക്യങ്ങളും ഒക്കെ എടുത്ത് പറയാനായിട്ട് പറ്റും. ഇതൊക്കെ തരാൻ നമ്മൾ പലപ്പോഴും അവരോട് പറയാറുണ്ട്, നിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നും പറയാറുണ്ട്. സ്തോത്രം. ആവശ്യമാണെങ്കിലേ തരുള്ളൂ, അല്ലാതെ ഒന്നും വിളിച്ചോണ്ട് വരരുതേ. ചോദിക്കുന്നതൊക്കെ തരുന്ന ദൈവമാണെന്നൊന്നും പറഞ്ഞ് ഇതിനകത്ത് ആളിനെ കൊണ്ടുവരരുത്. ചോദിക്കുന്നതൊക്കെ തരുന്ന ദൈവമല്ല എന്നുള്ളത് നമുക്ക് തന്നെ അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാനല്ല ദൈവം അവിടെ ഇരിക്കുന്നത്, തനിക്കിഷ്ടമുള്ളതൊക്കെ എൻ്റെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരൊന്നും ചെയ്യുന്നില്ല. അവരുടെയൊക്കെ പേര് പറഞ്ഞ് പിശാച് കാണിക്കുന്ന പരിപാടികളാണ്. സ്തോത്രം. ഈ ലൂസിഫറിനെ കുറിച്ചുമൊക്കെ ഒരു അറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ദൈവമക്കളുടെ അകത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പരിമിതമായും തെറ്റായ അറിവുകളുമാണ് ഈ പിശാചിനെ കുറിച്ചൊക്കെ ഉള്ളത്. ഈ പിശാച് എന്ന് പറയുന്നത്, ലൂസിഫർ വീണുപോയ ദൂതന്മാരാണ്. അല്ലാതെ നാക്ക് തള്ളിയും കൈ തള്ളിയും സ്ത്രീ രൂപത്തിലും ആൺ രൂപത്തിലൊന്നും ഇരിക്കുന്നതൊന്നും അല്ല ദൈവം. പിന്നെ മനുഷ്യൻ ഇങ്ങനെ ഓരോ ഭൂഖണ്ഡത്തിലും ഓരോ ദേശത്തിലും ഓരോ സംസ്ഥാനത്തിലും അവനവൻ ഇഷ്ടമുള്ള രൂപം അങ്ങ് കൊടുക്കും. അവൻ ആ രൂപത്തിലോട്ടങ്ങ് കയറിയിരിക്കും. നമ്മൾ കൽപ്പിക്കുന്നത് തന്നെയാണ് അവൻ്റെ പേരും അവൻ്റെ രൂപവും അവൻ്റെതായ മറ്റെല്ലാ കഴിവുകളും. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളെന്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നോ അതിനനുസരിച്ച്. ഇതൊന്നും അല്ല, ആ പേരുമല്ല, ആ രൂപവുമല്ല, ഇതൊക്കെ എല്ലാം ആരാണ്? വീണുപോയ ദൂതന്മാർ. സ്തോത്രം. ആ ഒരു പിക്ചറിൽ വേണം നമ്മൾ അവനെ കാണാൻ. ഇപ്പോൾ ഓരോരുത്തർക്കും അത്, നമ്മുടെ മുമ്പൊരിക്കൽ വന്ന ഒരു ജോർജ് എന്ന് പറയുന്ന മരിച്ചുപോയൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവങ്ങളുടെ രൂപങ്ങൾ പങ്കിട്ടെടുത്തപ്പോൾ ഉന്നതരൊക്കെ കാണാൻ കൊള്ളാമെന്നുള്ള ദൈവങ്ങളെയൊക്കെ പങ്കിട്ടെടുത്തു. അപ്പോൾ താഴോട്ട് വരും തോറും കാണാൻ ഭംഗിയില്ലാത്ത ദൈവങ്ങളെയൊക്കെ അവർക്ക് കൊടുത്തു. ഏറ്റവും ഉന്നതൊക്കെ നല്ല കാണാൻ കൊള്ളാമെന്നുള്ള ഐശ്വര്യമുള്ള, ഏറ്റവും താഴെ വരുമ്പോൾ മാടൻ, ചുടലമാടൻ, കാളി, ഇങ്ങനെ തുടങ്ങി. അതൊന്നും ശരിക്കും പേരല്ല, ഞാൻ പിന്നെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അപ്പം ഇതൊക്കെ ആർക്കും വേണ്ടാത്ത കുറേയാണ്. എന്താണ് ഇതൊക്കെ? ഇപ്പം ദൈവത്തിൽ പോലും എന്തുണ്ട്? വേർതിരിവുള്ള ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? എല്ലാവർക്കും ഒരേ ഒരു ദൈവം അപ്പാ എന്ന് വിളിക്കാ, ഒരേ ഒരു കർത്താവ് പങ്കുവയ്ക്കാനില്ല. ഹല്ലേലൂയ. മറ്റൊരാൾക്ക് എല്ലാവർക്കും സകലമാനവരാശിക്ക പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണ ആ സർവശക്തനെ പിന്തുടരുക. സന്തോഷം നമുക്ക് അകത്ത് തന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. ഉന്നതനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാ. നമുക്ക് കിട്ടിയ കാഴ്ചപ്പാട്, നമ്മുടെ കണ്ണ് തുറന്ന് കിട്ടിയത് എത്ര വലിയ കരുണയാണ് ദൈവമക്കളെ. വീട് കിട്ടിയതോ ജോലി കിട്ടിയതോ വിദ്യാഭ്യാസമോ ഇതൊന്നും അല്ല വിഷയം. ആ സൃഷ്ടാവിനെ വേണ്ടും പോലെ അറിയാൻ ആ കുരുട്ട് കണ്ണുകൾ തുറന്ന് ആ കണ്ണ് എൻ്റെ കർത്താവിനെ കണ്ടതാണ് ഏറ്റവും വലിയ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അനേകരുടെ കണ്ണിന്നും തുറന്നിട്ടില്ല, അനേകരുടെ കണ്ണിന്നും അടഞ്ഞു കിടക്കുകയാണ്. പല സമൂഹം മാനിക്കുന്നവർ,
ലോകം അറിഞ്ഞവർ, ലോകം കണ്ടവരൊക്കെ പറയുന്നു ദൈവം ഒരിടത്തും ഇല്ല എന്ന്. സ്തോത്രം. എന്നാൽ പലതും കാണാത്ത നമുക്ക് അതൊന്നും കണ്ടില്ലേലും കുഴപ്പമില്ല, ദൈവത്തെ കാണുന്നവൻ ഭാഗ്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഈ വലിയവനായ ദൈവം, സൃഷ്ടാവായ ദൈവം, തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. അപ്പോൾ ഇങ്ങനെ ലോകം ഈ ഒരു കൺസെപ്റ്റിൽ ദൈവത്തെ കാണുമ്പോൾ പലപ്പോഴും നമുക്കും അങ്ങനെ ഒരു ചിന്ത അകത്ത് വരും. ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്ന, എൻ്റെ ഇഷ്ടം അതൊക്കെ ദൈവം ചെയ്യും. അതിന് കുറേയൊക്കെ കാര്യങ്ങളുണ്ട്. ആരുടെയൊക്കെ ഇഷ്ടമാണ്, എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വേദപുസ്തകത്തിൽ അതിൻ്റെ വ്യക്തമായ വളരെ സ്പഷ്ടമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ ദൈവം നമുക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ നടക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാമത്തെ വാക്യത്തിലുള്ളത്. അവരുടെ ദൈവം ഇപ്പോൾ എവിടെ എന്ന് ജാതികൾ പറയുന്നത് എന്തിന്? രണ്ട് കാരണങ്ങൾ കൊണ്ട് ജാതികൾ ഇത് പറയും. ഒന്ന്, അവരുടെ കണ്ണിന് കാണാനൊന്നുമില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വന്നാൽ യാതൊരു ഫോട്ടോയും പരിപാടിയില്ല. നേരെ നോക്കിയാൽ ഒരു TV മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കിയാൽ വേറെ, അല്ലാതെ സാധാരണ ദൈവമെന്ന് പറയാൻ പറ്റുന്ന ഒരു രൂപവും ഇതിനകത്ത്. അപ്പം അതുകൊണ്ട് അവർ ചോദിക്കുന്നു, നിങ്ങളുടെ ദൈവം എവിടെ? ഇനി അവരെ കാണിക്കാൻ വേണ്ടി ഒരു ദൈവത്തെ നീ ഉണ്ടാക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ചിലരൊക്കെ പറയുന്ന അങ്ങനെയാണ്. ആളുകളൊക്കെ ചോദിക്കും ദൈവം എവിടെയെന്ന്. അപ്പൊ പിന്നെ കാണിക്കാൻ എന്തെങ്കിലും. ആർക്ക് മനസ്സിലായോ? അങ്ങനെയൊന്നും കാണിക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒറിജിനലേ കാണിക്കാവൂ. എന്തെങ്കിലും കാണിച്ച് അതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല, തെറ്റിപ്പോവും. സ്തോത്രം. ശ്രദ്ധിക്കൂ. അപ്പോൾ അങ്ങനെയല്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ വിഷയങ്ങൾ മുൻപോട്ട് പോകുന്നില്ല. ഇത് കണ്ടിട്ട് ജാതികൾ ചോദിക്കും, നിങ്ങളുടെ ദൈവം ചോദിക്കുന്നതൊക്കെ തരുന്നു എന്ന് പറയുന്ന ദൈവമല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ ദൈവം ഇങ്ങനെ എന്ന് ജാതികൾ ചോദിക്കും. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിക്കുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. സ്തോത്രം. വ്യക്തമായ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നീ പതറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അവരോട് പറയേണ്ട മറുപടിയാണ് മൂന്നാമത്തെ വാക്യം. എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെയും എൻ്റെ ഇഷ്ടത്തിന് തക്കവണ്ണവും പ്രവർത്തിക്കുന്ന എന്നേക്കാൾ കുറഞ്ഞ ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. ദൈവമേ ഇങ്ങനെ പ്രവർത്തിക്കണം, ദൈവമേ അങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഒരു മനുഷ്യൻ പറയുന്നത് കേട്ടിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനേക്കാൾ താഴ്ന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. മനുഷ്യന്റെ വാക്കിൻ്റെതായ ഒരു പ്രസക്തിയും ഇല്ലാതെ വണ്ണം അതിനപ്പുറമായി തനിക്കിഷ്ടമുള്ളത്, ആ തൃപ്തികരമായത്, മഹത്വകരമായത്, പൂർണ്ണമായത് അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്. എൻ്റെ ദൈവം തനിക്കിഷ്ടമുള്ളത് പെർഫെക്റ്റായി ഉത്തമമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ആർജവും വേണം. ഇസ്രായേലിനെ അവരുടെ ഇഷ്ടത്തിനല്ല ദൈവം നടത്തിയത്. ഇസ്രായേലിനെ ദൈവം നടത്തിയത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. അവരാഗ്രഹിച്ചതുപോലെയല്ല കർത്താവ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം ആഗ്രഹിച്ചതുപോലെയാണ് അവിടെ ഓരോ വിടുതലുകൾ നടക്കുന്നത്.
ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ അകത്ത് കുറെ താല്പര്യങ്ങൾ കണ്ടേക്കാം, ആഗ്രഹങ്ങൾ കണ്ടേക്കാം. ചിലപ്പോഴൊക്കെ ദൈവം ചിലതൊക്കെ സാധിപ്പിച്ചു തന്നെന്നും വരാം. എന്നാൽ അകത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു അറിവ്, എൻ്റെ ഇഷ്ടത്തിന് തക്കവണ്ണം നടത്തുന്ന ഒരു ദൈവമല്ല. എനിക്ക് ഗുണകരമാകുന്ന വഴിയേ, എൻ്റെ കുടുംബത്തിന് ഗുണകരമാകുന്ന വഴിയേ, ഹല്ലേലൂയ, എന്നെ ആ ദൈവരാജ്യത്തിൽ കൊണ്ടെത്തിക്കത്തക്കവണ്ണം നടത്തുന്ന ഒരു സർവശക്തനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ദൈവം തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യും. സ്തോത്രം. നമ്മൾ ഈ ലോകപ്രകാരമൊക്കെ പല കഥകളൊക്കെ കേട്ടിരിക്കുന്നത്, ഇങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ച് തപസ് ചെയ്തൊക്കെ വരുമ്പോൾ നിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കും. അപ്പം അതങ്ങ് വരം കൊടുത്തു, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊന്നും നമ്മുടെ ദൈവത്തെ എന്ത് ചെയ്യരുത്. ഇപ്പോൾ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വരികയാണ്. അപ്പോൾ 10 ദിവസവും വന്ന് വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് 10ാം ദിവസം പ്രിയ നിൻ്റെ ഇഷ്ടം എന്താണെന്നൊന്ന് ചോദിക്കുന്ന ദൈവമൊന്നുമല്ല. ഈ 10 ദിവസം കൊണ്ട് നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരണം. അല്ലാതെ കുറേ ലിസ്റ്റും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ അതൊന്നുമല്ല. ഈ 10 ദിവസം കൊണ്ട് ഇവിടെ കേൾക്കുന്ന വചനം, ഇവിടെ പ്രസംഗിക്കുന്ന വചനം എങ്ങനെയായി തീരണമെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഞാനും നിങ്ങൾക്കും മാറ്റം വന്ന് അതിനൊത്തവണ്ണമായി തീരണമെന്നുള്ള താല്പര്യത്തോടു കൂടെയാണ് അത് ക്രമീകരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന, എനിക്ക് ഗുണകരമായത് ചെയ്യുന്ന, ഉത്തമമായത് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ അപ്പ എന്ന് വിളിക്കുന്നത്. അതിൽ അഭിമാനമുള്ളവർ, അതിൽ സന്തോഷമുള്ളവർ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ദൈവം സ്വർഗത്തിൽ മാത്രമല്ല, തിരുവെഴുത്ത് പറയുന്നു, കർത്താവ് നമ്മുടെ നടുവിലുമുണ്ട്, എൻ്റെ അകത്തുമുണ്ട്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും ഒക്കെ ആണെങ്കിലും മനോവിനയവും മനസ്താപവും ഉള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ, മനോവിനയവും മനസ്താപവും ഉള്ളവരുടെ അകത്ത് പാർക്കുന്ന ദൈവമാണ് ഈ കർത്താവ്. മനോവിനയം വേണം, അനുതപിക്കുന്ന ഒരു ഹൃദയം വേണം. എങ്കിൽ ദൈവം അകത്ത് പാർക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം വേണം. എങ്കിൽ ദൈവം നമ്മുടെ നടുവിൽ പാർക്കും. ഇവിടം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇടമാണെങ്കിൽ ആ മഹത്വം കൈക്കൊള്ളാൻ ദൈവം ഇവിടെ വരും. സ്തോത്രം. ഇന്ന് അവരവരെ തന്നെ അങ്ങ് പുകഴ്ത്തുകയാണ്. ഇപ്പം വേറൊരു രീതി വന്നിട്ടുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗീവ് ആൻഡ് ടേക്ക്. മനസ്സിലാവുന്നുണ്ടോ? കൊടുക്കുക, വാങ്ങുക. അധ്യക്ഷൻ പ്രസംഗകനെ പുകഴ്ത്തും, പ്രസംഗകൻ അധ്യക്ഷനെ പുകഴ്ത്തും. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തിയാലല്ലേ ഉള്ളൂ പ്രശ്നം. മറ്റേ അങ്ങോട്ട് കൊടുത്തു, ഇങ്ങനെ പരസ്പരം. ഇതല്ല വിഷയം, സ്വന്തമായും അല്ല വിഷയം, മഹത്വമല്ല ദൈവത്തിന്. കാരണം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. അവിടെ ദൈവം പാർക്കും, അവിടെ ദൈവം വസിക്കും. ശരി, അടുത്ത് പറയുന്നു, ശ്രദ്ധിക്കൂ. എൻ്റെ 4ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളുടെയൊക്കെ കുറേ അപര്യാപ്തതകളാണ് പറയുന്നത്. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മരമൊക്കെ ഉണ്ട്, മനുഷ്യരുടെ കൈവേല തന്നെ. അവയ്ക്ക് വായുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല. സ്തോത്രം. പോകുന്നുണ്ടോ? വല്ല വായു ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞേനെ. അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും, ഇത്തിരി കാശുള്ളവൻ്റെ വിഗ്രഹം എങ്ങനെയിരിക്കും? പൊന്നായിരിക്കും. ബാക്കി വെള്ളി, പിന്നെ ബാക്കി മരം. സ്തോത്രം. മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. സ്തോത്രം. എന്നാൽ അടുത്ത് പറയുന്ന ശ്രദ്ധിക്കൂ. ഇസ്രായേലേ, അഹരോൻ ഗൃഹമേ, യഹോവ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പീ. ഇതിൻ്റെ പുറകെ ഒന്നും പോകാതെ. സ്തോത്രം. വിഗ്രഹം നമുക്കറിയാമല്ലോ. ദൈവത്തേക്കാൾ വലിപ്പം, ദൈവത്തേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കുന്നോ അതൊക്കെ വിഗ്രഹങ്ങളാണ്. സ്തോത്രം. ജോലിക്ക് കൊടുത്താൽ
മക്കൾക്ക് കൊടുത്താൽ, പ്രശസ്തിക്ക് കൊടുത്താൽ, ദൈവത്തെക്കാൾ ഓരോരുത്തരെയും വലയിൽ വീഴ്ത്താൻ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ, ആ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. എല്ലാറ്റിനേക്കാളും അധികം ഒന്നാം സ്ഥാനം ആർക്ക്? ദൈവത്തിന്. അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ. എന്തുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കണമെന്നാണ് അടുത്ത് പറയുന്നത്? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. കണ്ടോ? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, ഈ ദൈവം അനുഗ്രഹിക്കും. അവയ്ക്ക് ചിന്തിക്കാനോ പറയാനോ കാണാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ഒരു ദൈവമല്ല. എല്ലാം കാണുന്ന ദൈവമാണ്, എല്ലാം ഓർത്തിരിക്കുന്ന ദൈവമാണ്. ഈ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ദൈവത്തെ ഉൾപ്പെടുത്തരുത്. ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നില്ല, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്നൊക്കെ കരുതി അവരവരുടെ താല്പര്യത്തിനൊത്തവണ്ണം പോകരുത്. എല്ലാം കാണുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ ദൈവം കാണുന്നത് കണ്ടതായി പ്രതികരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നും ദൈവമൊന്നും കാണുന്നില്ല. എന്നാൽ സമയമാകുമ്പോഴുണ്ടല്ലോ, സ്തോത്രം, ഇസ്രായേല് യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ വരുമ്പോൾ അമാലേക്യർ ഇവർക്കെതിരെ വന്നു. വേദപുസ്തകം പറയുന്നു, ദൈവം അതിനെ അവിടെ കുറിച്ചു വച്ചു. ശൗൽ രാജാവായി വന്നപ്പോൾ, അതിനു മുമ്പ് ന്യായാധിപന്മാരുടെ ഒരു വലിയ നിര തന്നെ വന്നു. അവരോടൊന്നും പറഞ്ഞില്ല. ശൗൽ രാജാവായി വന്നപ്പോൾ ശൗലിനോട് പറഞ്ഞു, പണ്ടൊരു പ്രവൃത്തി എൻ്റെ നേരെ ചെയ്തത് ഞാൻ കുറിച്ചു വച്ചിരിക്കും, അതിന് നീ വേണം പകരം. കണ്ടോ? ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ഓർക്കുന്ന ദൈവം. നേരെ ജീവിച്ചിട്ട് ഭക്തിയോടെ മുന്നോട്ട് പോയിട്ട് നന്മ ചെയ്തിട്ട് അതിന് തക്കവണ്ണം കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് നിന്റെ അകത്തൊരു തോന്നലുണ്ടോ? എൻ്റെ ദൈവം ഓർത്ത്. എത്ര പേർക്ക് ആ വിശ്വാസം അകത്തുണ്ട്? ഹല്ലേലൂയ. പരാതിപ്പെടണ്ട. ഒന്നും ദൈവം മറന്നിട്ടില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നും ദൈവത്തിന് മറവായി ഇരിക്കുന്നില്ല. ഒന്നും ദൈവം മറന്നിട്ടില്ല. ഓർത്തു പിടിപ്പിക്കുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു സർവശക്തനായ ദൈവമാണ് എൻ്റെ ദൈവം. ദൈവം ഓർത്തിരിക്കുന്നു. മനുഷ്യൻ സൗകര്യപൂർവ്വം എല്ലാം മറക്കും. ദൈവം ചെയ്യും? ദൈവത്തിനായി ചെയ്തത് എല്ലാം ദൈവം ഓർത്ത് ഇരിക്കുന്നു. ഈ ദൈവം നമ്മെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. അടുത്ത ഭാഗം പറയുന്നു, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒക്കെ അനുഗ്രഹിക്കും. ദൈവം മുമ്പാകെ മുഖപക്ഷമില്ല. അവൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അതും ഒരു അറിയേണ്ട ഒരു ഭാഗമാണ്. സ്വർഗം ആരുടേതാണ്? ഭൂമിയും ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളൊക്കെ. എന്നാൽ ഈ ഉടയവനായ ദൈവം ഇതിനെ ആർക്ക് കൊടുത്തിരിക്കുന്നു? മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് തന്നിരിക്കുകയാണ്. നീ ഇതിനെ എന്ത് ചെയ്യണം? താമസിച്ച് ഇവിടെയുള്ളതിനെയെല്ലാം അധിപതിയായിരുന്ന് ഇതിനെ അടക്കിവാണ് കാര്യങ്ങൾ നന്നായി ചെയ്തു കൊള്ളണമെന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ഈ ദൈവം കൊടുത്ത ഭൂമിയെ പലതരത്തിൽ ചൂഷണം ചെയ്യുകയാണ്. അവനവൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? അടുത്ത് നമുക്കറിയാലോ, ഈ കോറികളെല്ലാം ഇടിച്ച് തകർത്ത് പാറയാക്കി അതിനെയാക്കി. ഇപ്പോൾ പരിസരവാസികളൊക്കെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്താലും അവനൊക്കെ മേളിൽ വലിയ ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ തുടങ്ങി ഓരോ മണ്ണിടിച്ചു മാറ്റുന്നു. അത് നിമിത്തം അപ്പം ഇതിനെല്ലാം മനുഷ്യൻ ചൂഷണം ചെയ്തിട്ട് അത് പലർക്കും അപകടകരമായി മാറുന്നു. പിന്നെ
ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഓരോന്നിനും അതിൻ്റെ വിളവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, അവന് ഭയങ്കര ലാഭം കിട്ടണം. സ്തോത്രം. നിങ്ങളൊക്കെ കണ്ടിരിക്കും, ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കൊണ്ട് പാലുണ്ടാക്കുന്നത് മനസ്സിലായി. അഴുക്ക വെള്ളം എടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരു കെമിക്കൽ ഒഴിച്ചപ്പോൾ ശുദ്ധ പാലാണ്, പാലിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നാണ്. സ്തോത്രം. അത് കണ്ടിട്ട് കുറച്ച് പേര് പിന്നെ ചായ കൂടി നിർത്തി. ഈ കിട്ടുന്ന പാൽ ഏത് പാലാണെന്ന് ആർക്കറിയാം? പശുവും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പാലുണ്ടാക്കാൻ അറിയാമെന്നുള്ളത് കുറച്ച് പശു പാല് കുറേ വെള്ളം കൂടെ കുടിച്ചാൽ എന്ത് ചെയ്യും? അതല്ല, നല്ല കട്ടിയുള്ള ഉഗ്രൻ പാല് വേറെ കിട്ടും. ഈ കുടിക്കുന്ന ഫ്രൂട്ടി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മാങ്ങേരെ ഒരു ചെറിയ പേര് പോലും ഇല്ല, ഉള്ളതെല്ലാം കെമിക്കലാണ്. അധിക ലാഭം, ചൂഷണം. പല പച്ചക്കറി കൃഷിക്കാരും അവർ കൃഷി ചെയ്യുന്നത് അവരുപയോഗിക്കാറില്ല. സ്തോത്രം. അവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ലാഭം മാത്രമാണ് വിഷയം, നേട്ടങ്ങൾ മാത്രമാണ് വിഷയം. അങ്ങനെ ചൂഷണം ചെയ്ത് ദൈവം കൊടുത്ത ഭൂമിയെ മനുഷ്യൻ തന്നെ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നു. നമുക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇടയ്ക്ക് സാം പറഞ്ഞു അങ്ങനെ അത് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ വന്നിട്ടുണ്ടെന്നാണ്. ദൈവത്തെ കുറ്റം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. ഇത് അവിടെ ഒരു പ്രളയം വരുമ്പോൾ, അവിടെ ഒരു ഉരുൾപൊട്ടൽ വരുമ്പോൾ ആളുകൾ ചോദിക്കും, ദൈവം കണ്ടില്ലേ? ഇത് മനുഷ്യൻ്റെ കുറേ അപകടകരമായ നിർമ്മിതികൾ കൊണ്ടുണ്ടായതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ പണ്ട് ഈ ഷെഡില്ലായിരുന്നു, അറിയാമല്ലോ, ആദ്യമുള്ളവർക്കൊക്കെ അറിയാം. അവിടെ കുറേ ചെടികൾ വെച്ചിരുന്നു. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങളായപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്തു? ചെടികൾ കൊള്ളാമെങ്കിലും കെട്ടിടത്തിന് ദോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഇന്നങ്ങനെയല്ല, ദോഷം വന്നാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. അപ്പോൾ ദോഷം വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കാരണം നമുക്കിതിൻ്റെ നിലനിൽപ്പാണ് വിഷയം. വാക്കത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് നിലനിൽപ്പല്ല വിഷയം. അല്പസമയം കൊണ്ട് എന്ത് ചെയ്യുക? പരമാവധി ലാഭം ഉണ്ടാകും, ചൂഷണം ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ മനുഷ്യൻ ഈ ദൈവം കൊടുത്ത ഭൂമിയെ സംരക്ഷിക്കാതെ, കാക്കാതെ, അവൻ്റെ നേട്ടത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമി പിണങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഫലം കൊടുക്കാതെയായി, കാര്യങ്ങൾക്ക് വ്യതിചലനങ്ങളുണ്ടായി. എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറയുന്നു? സൃഷ്ടിച്ച ദൈവത്തെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുത്തിയ കുഴപ്പങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. രോഗം, മഹാരോഗങ്ങൾ, ക്യാൻസർ, അങ്ങനെ തുടങ്ങിയ ഭയങ്കര രോഗങ്ങൾ. സ്തോത്രം. ഇത് നമുക്കെല്ലാവർക്കും വ്യാപകമായി വരാത്തതിനായിട്ട് സ്തോത്രം. കുറേ ഉണ്ട്. കാരണം അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ദൈവം കാത്തത് കൊണ്ട് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള വിഷങ്ങൾ, ലഹരി. നോക്കൂ, ലഹരി സ്കൂളിലും കോളേജിലും ഒക്കെ ഇന്ന് സുലഭമാണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ സ്കൂളുകൾ, നമ്പർ 1 സ്കൂൾ എന്നൊക്കെ പറയാൻ പറ്റിയ സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ ബാഗിൽ നിന്നും പിടിച്ചെടുക്കുന്ന ലഹരി. സ്തോത്രം. ഇങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ പോലും ഈ സാധനം സുലഭമായി കിട്ടത്തക്ക തരത്തിൽ ആളുകൾ പ്രവർത്തിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? പെട്ടെന്ന് ലാഭം. ചെറിയ പൈസ കൊടുത്ത് മേടിച്ചാൽ അത് കൊണ്ട് കൊടുക്കുന്നയാൾക്ക് പൈസ, കിട്ടുന്നയാൾക്ക് പൈസ, ഇതെല്ലാം ഉണ്ട്. ഇനി ഇതിനെ തടയേണ്ടവരോ? പിന്നെ
ഇതാരെങ്കിലും കയ്യിലിരിക്കുന്നെന്ന് ഇങ്ങനെ തുടങ്ങിയുള്ള പ്രവണത പറഞ്ഞവൻ്റെ കാര്യം പോക്ക. ഹല്ലേലൂയ. അതിനല്ല, ഇതിനെ സംരക്ഷിക്കാൻ. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഭൂമിയെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. എന്തിന്? അതിന് നമുക്ക് വാസയോഗ്യമായി, നമ്മുടെ തലമുറകൾക്ക് വാസയോഗ്യം ആത്മീയ ലോകത്തിലേക്ക് വരട്ടെ. ആത്മീയ ലോകത്തിൻ്റെ കാവലാളുകളാണ് നമ്മൾ. നാം ഇതിനകത്ത് നിലനിന്ന് ദൈവരാജ്യത്തിന് യോഗ്യരായി ജീവിക്കുകയും നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമ്മുടെ തലമുറകളും ഭക്തിയോടെ നേരെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഒരുക്കുകയും വേണം. എങ്ങനെയെങ്കിലും പോകട്ടെ എന്നുള്ള ചിന്തയല്ല. അവൻ അവൻ്റെ ഉപദേശം പറയുന്നു, ഇവൻ്റെ ഉപദേശം പറയുന്നു, സൗകര്യമുള്ള പോലെ പോട്ടെ. അല്ല, നമ്മുടെ തലമുറകൾ നാളെ വളർന്ന് നിലനിന്ന് ദൈവരാജ്യത്തിൻ്റെ അവകാശം പ്രാപിക്കണം. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതിനെ ചൂഷണം ചെയ്യുക, അതിനെ ഇല്ലാതെയാക്കാൻ, അതിനെ വല്ലാത്ത രീതിയിലാക്കിക്കളയാ. ദുഷ്ടനായവൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് അത് പോട്ടെ എന്ന് വെച്ച് മുന്നോട്ട് പോകേണ്ടവരല്ല. ദൈവസഭയുടെ കാവലാളുകളാണ്, അതിൻ്റെ സംരക്ഷകരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ആ ഒരു ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വന്ന ഗതികേട് നമുക്കും വരും. മനസ്സിലാകുന്നുണ്ട്? ആരും ഇല്ല പള്ളിക്കകത്ത്. അങ്ങനെയായിപ്പോവും. അങ്ങനെയാകാൻ നമ്മുടെ ദൈവമക്കൾ അനുവദിക്കരുത്. സ്തോത്രം. നമ്മളാണ് കാവലാൾ. ഈ ഭൂമിയെ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ദൈവസഭ വന്നാരാധിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഇതൊരു കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. അതിൻ്റെ സംരക്ഷകരാണ്. സ്തോത്രം. അങ്ങനെ തിരുവെഴുത്ത് ശക്തമായി നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. മരിച്ചവര്, മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. ജീവിച്ചിരിക്കുന്ന നാളുകൾ അത്രയും. മരിക്കുക എന്നുള്ളത് ദൈവം നിയമിച്ച ഒരു കാര്യമാണ്. എന്നാൽ അതുവരെ നാമോ ഇന്നു മുതൽ എന്നേക്കും നമുക്ക് ജീവൻ തന്ന കർത്താവിനെ വാഴ്ത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം.